ഇത് പ്രകാരം അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. യാക്കോബ് 1:22 എന്ന് വായിക്കുന്നു. എങ്കിലും എന്റെ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. അപ്പോൾ തന്നെ ലൂക്കോസിന് സുവിശേഷം 11:28 ഇങ്ങനെ പറയുന്നു, അതിനവൻ അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറയും. ഈ രണ്ട് വേദഭാഗങ്ങളെ വെച്ച് ഒരു ചെറിയ ചിന്ത പറഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാ. സ്തോത്രം. പവർഫുൾ ആയ ഒരു മെസ്സേജ് ഒക്കെയും കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇൻസ്പയർഡ് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഇൻസ്പയർഡ് ആയത് ഓക്കെ, പക്ഷെ അത് നമ്മുടെ ലൈഫിലോട്ട് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഈ വചനം കേൾക്കുന്നത് നമുക്ക് ഇഫക്റ്റീവായിട്ട് മാറുന്നത്. കേൾക്കുന്നതിലല്ല കാര്യം, അത് ലൈഫിൽ അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിലാണ് കാര്യം. അത് ചെയ്യണമെങ്കിൽ, അത് നമ്മുടെ പ്രാക്ടിക്കലാക്കണമെങ്കിൽ ഡെയിലി ഈ സ്പിരിച്വൽ വചനം കേൾക്കുന്നതും അതുപോലെ ദൈവവചനത്തെ പ്രമാണിക്കുന്നതൊക്കെ നമ്മൾ ഒരു ചടങ്ങ് എന്നതിലുപരിയായിട്ട് നമ്മുടെ ഹാബിറ്റായിട്ട് മാറ്റുമ്പോൾ മാത്രമേ നമുക്കത് ലൈഫിൽ നമുക്ക് അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹാബിറ്റായിട്ട് മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, പത്രോസ് ഹല്ലേലൂയ യേശുവിനെ കണ്ടപ്പോൾ പത്രോസിന് തോന്നി എനിക്കും വെള്ളത്തിന് മീതെ നടക്കണം. യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ പക്ഷെ ആദ്യം പത്രോസ് ചിന്തിച്ചു കാണും, വേണ്ട, നടക്കത്തില്ല, കാരണം എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, ഞാൻ നടക്കത്തില്ല, യേശുവിനെ പോലെ ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല എന്ന് പക്ഷെ പത്രോസ് ചിന്തിച്ചാണ്. പക്ഷെ പെട്ടെന്ന് പത്രോസിന്റെ ഫീലിങ്സ്, ചിന്ത മാറി ഫെയ്ത്തിലോട്ട് പത്രോസ് തന്റെ ചിന്തയെ മാറ്റിയപ്പോൾ അവിടെ യേശു പറഞ്ഞത് ചെയ്യാനുള്ള ഒരു ധൈര്യം പത്രോസിന് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫീലിങ്സ് എപ്പോഴും നമ്മളോട് സത്യങ്ങളും ഫാക്റ്റുകളും അല്ലെങ്കിൽ അസാധ്യമായ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. പക്ഷെ അത് സത്യമാകാം, അതായത് ഇറ്റ് മീൻസ് ഫാക്റ്റ് ആകാം. പക്ഷെ വചനം പറയുന്നത്, പത്രോസ് അനുസരിച്ചത് യേശു പറയുന്നത് ഫെയ്ത്തിൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ, തന്റെ ഫെയ്ത്ത്, തന്റെ വിശ്വാസം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ചില മൊമെന്റ്സ് എങ്കിലും വെള്ളത്തിന് മീതെ നടക്കുവാൻ പത്രോസ് തുടങ്ങി. ഇതുപോലെയാണ് വചനം അനുസരിക്കുമ്പോൾ സംഭവിക്കുന്നത്. കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഈസിയാണ്, പക്ഷെ അത് നമ്മൾ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം നമ്മൾ പ്രവർത്തിക്കണം. ഈ വിശ്വാസം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുക? കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവസന്നിധിയിലുള്ള ആശ്രയവും ദൈവത്തോടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പിലൂടെ മാത്രമേ ഈ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഫെയ്ത്ത് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ എവറി ഡേ പ്രയറിൽ ഒരു വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളൊക്കെ ഒരു പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്ക് പെട്ടെന്ന് കണ്ടുവെന്ന് വരത്തില്ല. പക്ഷെ നമ്മളത് ഡെയിലി ചെയ്യുമ്പോൾ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ഓവർ ആൻഡ് ഓവർ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പക്ഷെ നീണ്ട ചില പ്രാർത്ഥനകൾക്ക് ശേഷമായിരിക്കാം ഒരു വലിയ ആൻസർ കർത്താവ് നമുക്ക് നൽകി തരുന്നത്. അതിന് നമുക്ക് ക്ഷമ ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്. അപ്പോൾ തന്നെ സ്തോത്രം, ഈ കൺസിസ്റ്റൻസി തുടർമാനമായിട്ട് ചെയ്യാനുള്ളൊരു മനസ്സ് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നത് അതിനെ നമ്മളൊരു ശീലമായിട്ട് മാറ്റുമ്പോൾ മാത്രമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളവര് അത് കുറയ്ക്കണം അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന എക്സസൈസ് ഒക്കെ ചെയ്യും അല്ലേ? അപ്പം എക്സസൈസ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇന്ന് പലപ്പോഴും പല മെഷീൻസും ഒക്കെ ലഭ്യമാണ്. ഈ മെഷീൻസ് ഒക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിൽ കയറി നമ്മൾ വർക്കൗട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല അല്ലേ? പക്ഷെ അതേസമയം അത് വീട്ടിലിരിക്കുമ്പോൾ ഒരു ഫർണിച്ചറായിട്ട് വേണമെങ്കിൽ അവിടേക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്, ദൈവവചനം കേട്ടിട്ട് ചെയ്യാതിരുന്നാൽ നമുക്കൊരു മാറ്റവും ഉണ്ടാകത്തില്ല. നമ്മുടെ ഫെയ്ത്ത് തലത്തിന് ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ദൈവം പലപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ വചനം കേട്ടില്ല, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ്, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ.
നമ്മൾ ബ്ലെസ്സഡ് ആകണമെങ്കിൽ, നമ്മൾ ഭാഗ്യവാന്മാരാകണമെങ്കിൽ ഈ വചനം കേട്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യാൻ തയ്യാറാണ്, അതുപോലെ ചെയ്യാൻ മനസ്സൊരുക്കമുള്ളവരാകണം. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ, അതിശയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ ലൈഫിൽ നിറവേറ്റി തരുവാനിടയാക്കി. വലിയ സ്പിരിച്വൽ ഉന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഉപരിയായിട്ട് നല്ലൊരു സ്പിരിച്വൽ ഹാബിറ്റിന് വേണ്ടി, ഒരു ശീലത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയാകുന്നുവെങ്കിൽ, അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നിശ്ചിത സമയത്തൊന്നും ബൈബിള് വായിക്കാനും, ഒരു നിശ്ചിത സമയത്തൊന്നും പ്രാർത്ഥിക്കാനും, ഒരു നിശ്ചിത സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് രീതിയിലാണ് നമ്മുടെയൊക്കെ ലൈഫ് സ്കെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ചിലപ്പോൾ 1 hour കിട്ടുമായിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് അത്രയും കിട്ടുന്നുണ്ടാവത്തില്ല, അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടാകാം. പക്ഷെ ആ സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി നോക്കിക്കേ, സ്തോത്രം, നമ്മുടെ ലൈഫ് മാറും, നമ്മുടെ വിശ്വാസത്തിന്റെ തലം മാറും. ഹല്ലേലൂയ. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന്. ചുമ്മാതെ പറയുന്നതല്ലാതെ ഡെയിലി ഉള്ള പ്രാക്ടീസ് ആണ് സ്തോത്രം. ഈ പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ ഡെയിലി നമ്മൾ ഇരിക്കുമ്പോൾ, സ്തോത്രം, ഡെയിലി ദൈവവുമായിട്ട് നമ്മൾ കണക്ട് ആകുമ്പോൾ, നമ്മളറിയാതെ നമ്മുടെ ഫീലിങ്സിന്റെ പല തലങ്ങളും മാറി ഫെയ്ത്ത് നമ്മൾ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഫെയ്ത്തിന്റെ തലത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും നമ്മുടെ ലൈഫ് വെളിപ്പെടുന്നത്. സ്തോത്രം. കാരണം ഫീലിങ്സിന്റെ തലത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ, ആ ഒരു പക്ഷേ ദൈവപ്രവൃത്തി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്ന് നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. സ്തോത്രം. അതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. ഇന്ന് പലരും അങ്ങനെയാ. സ്തോത്രം. ഒരു വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവവും വേണ്ട, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും വേണ്ട. സ്തോത്രം. പക്ഷെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല, പിതാവുമായിട്ടുള്ള നിരന്തര ബന്ധം. ഹല്ലേലൂയ. സ്തോത്രം. അതിലൂടെ ആ റിലേഷൻഷിപ്പ് വളരുന്നത്, നമ്മളറിയാത്ത തലങ്ങളോട് നമ്മുടെ ആത്മീയ ദൈവം വളർത്തുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദിവസം നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. കർത്താവേ, എന്നെ സഹായിക്കണം, നിരന്തരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടൊരു ആത്മീയ ജീവിതത്തിലോട്ട് കർത്താവിനെ കൊണ്ടുപോകണം. സ്തോത്രം. ഹല്ലേലൂയ. അതെന്റെ സ്പിരിറ്റിനെ ട്രെയിൻ ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു കർത്താവേ. ഞാൻ അറിയാതെ എൻ്റെ ആത്മാവിനെ അത് ട്രെയിൻ ചെയ്യുന്നതാ. സ്തോത്രം. നിരന്തരമായി ചെയ്യുമ്പോൾ, ഒരു നിശ്ചിത സമയത്ത് ചെയ്യുമ്പോൾ, സ്തോത്രം, ഒരു ഹാബിറ്റ് പോലെ ചെയ്യുമ്പോൾ, നമ്മളെല്ലാം ആഹാരം കഴിക്കുന്നത് നമുക്കൊരു ശീലമല്ലേ, അറ്റ്ലീസ്റ്റ് 3 നേരമെങ്കിലും കഴിക്കുന്നത്. സ്തോത്രം. അതുപോലെ ഡെയിലി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതെല്ലാം നമുക്കൊരു ശീലമായി മാറി. അത് എത്ര തടസ്സങ്ങൾ വന്നാലും നമ്മൾ അത് ശീലത്തെ മാറ്റത്തില്ല, നമ്മൾ ചെയ്തു പോകും. സ്തോത്രം. ചൊട്ടയിലെ ശീലം ചൂടിലെ വരയെന്നൊക്കെ പറയുന്ന പോലെ നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ, സ്തോത്രം, ഡെയിലി ചെയ്യുന്ന ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കൊണ്ടുപോകുമ്പോൾ, ദൈവവചനത്തെ കേൾക്കുന്നതും അതുപോലെ നമ്മൾ ചെയ്യാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അത് അല്പം ഡിഫിക്കൽട്ടായ കാര്യമായതുകൊണ്ട് മാത്രം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ലളിതമായ രീതിയിൽ. നമുക്ക് എങ്ങനെ അത് കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റും, അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശീലമാക്കാൻ തുടങ്ങുമ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ മാറാൻ ഇടയായിത്തീരും. അങ്ങനെ ആകുമ്പോൾ, സ്തോത്രം, ഒരു ഇൻസ്പിറേഷൻ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ജീവിതമാകാതെ മറ്റുള്ളവരെന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ, ഒരു പുഷ് തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയ സ്പീച്ച് കേൾക്കുമ്പോൾ മാത്രം സ്പിരിച്വലി മോട്ടിവേറ്റഡ് ആൻഡ് പവർഫുൾ ആൻഡ് അനോയിന്റഡ് ആവാതെ, സ്തോത്രം, ആരുമില്ലാത്ത സമയത്തും നമ്മൾക്ക് മോട്ടിവേറ്റ് ആകണമെങ്കിൽ ദൈവവുമായിട്ട് ആഴമേറിയൊരു ബന്ധം നമ്മൾ അടിത്തറയിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വളരുവാനും മോട്ടിവേറ്റ് ആകാനും കർത്താവിന്റെ സന്നിധിയിൽ ദൈവമായിട്ട് വലിയൊരു ബന്ധത്തിലോട്ടാകുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ബ്ലെസ്സിങ്ങളുടെ യാത്രയിൽ ഒരു ഭാഗമാകുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഈ നാം കേട്ട വചനം പോകുവാണ്, കേൾക്കാൻ എളുപ്പം, പക്ഷെ അത് കേൾക്കുക മാത്രം ചെയ്യാതെ ഹല്ലേലൂയ അതിനെ ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാതെ വരുമ്പോൾ നമ്മളെ തന്നെ ചതിക്കുന്നവരാ. സ്തോത്രം. പക്ഷെ നമ്മളെ തന്നെ ചതിക്കാതെ ചെയ്യുന്നവരായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു.